നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സൂപ്പർ സ്റ്റാർ ഗൈസ് റെഡി? സൂപ്പർ ഓർക്കസ്ട്ര ഓക്കേ. ജഡ്ജസ്, അപ്പോ വലിയ അംഗം തുടങ്ങാം അല്ലേ? ഇന്നത്തെ എപ്പിസോഡില് സമയമായിരിക്കുന്നു. അതിനു മുന്നേ ചിന്മയ മാം, എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് ഞങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരൂ, ഒരു മലയാളം സോങ്. എനിക്ക് as I said full പേടി. If I have to sing in Malayalam then Sharat sir is also there, Shan sir is also there. I'm like ഭയപ്പെട വേണ്ട. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യമായിട്ട് പാടാൻ വരുന്നത് കോഴിക്കോട് നിന്ന് അർച്ചനയാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആളെ വെൽക്കം ചെയ്യാം. എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം അർച്ചന. ഹായ് അർച്ചന, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ സീനിയർ. താങ്ക് യു. ടെൻഷൻ ഉണ്ടാ? ഇല്ല, എക്സൈറ്റ്മെന്റ് ആണ്. എക്സൈറ്റ്മെന്റ് മുഖത്ത് കാണുന്നില്ല. വല്ലാത്തൊരവസ്ഥയാണ്. എക്സൈറ്റ്മെന്റ് മുഖത്ത് വേണം. ഒന്നുകൂടെ പറഞ്ഞേ. പൊതുവെ എല്ലാവരും പറയും അത്ര എക്സ്പ്രസീവ് അല്ല എന്ന് പറയും. എന്താ പൊതുവെ എക്സ്പ്രസീവ് അല്ലാത്ത ഒരാള്? അല്ല, ഇതൊരു സ്ഥായി ഭാവമാണ്. അപ്പം കാണുമ്പോ എല്ലാവരും കരുതും ഞാൻ ഭയങ്കര നല്ല ചിരിയല്ലേ? ഇങ്ങനെയാണോ സാധാരണ അർച്ചന സംസാരിക്കാറ്? വളരെ സോഫ്റ്റ് ആയിട്ട്, ലോ ടോൺ, അങ്ങനെയാണോ? ഇങ്ങനെയാ സംസാരിക്കാറുള്ളത്. അല്ല അർച്ചന, ആരെങ്കിലും റോഡിലിട്ട് ഒരൊറ്റ അടി വെച്ച് തന്നാലും മുഖത്ത്, അല്ല നടന്നു വരുന്ന വഴിക്ക് ഒരാള് ഒറ്റ കീറ് മുഖത്ത് തന്നാല് ഇങ്ങനെ ആയിരിക്കും. സർ, ഇതുവരെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ശബ്ദം എടുക്കേണ്ട സ്ഥലത്ത് ശബ്ദം എടുക്കണം. ഇതുവരെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല സാർ, അതുകൊണ്ട് എനിക്ക് അറിയില്ല സാർ. എടാ, ആരും അടിക്കുമെന്നല്ല നമ്മള് ഇപ്പൊ ഒരു ക്രിക്കറ്റ് എന്തെങ്കിലും ഇഷ്ടമാണോ? ക്രിക്കറ്റ്, ഫുട്ബോൾ എന്തെങ്കിലും ഇഷ്ടമാണോ? ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. എന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിനെ തൂക്കിയെടുത്ത് വെളിയിലെറിയും പാറു. വേറെ സ്പോർട്സ് എന്തെങ്കിലും? ഫുട്ബോൾ, വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ആയിരുന്നു. പേടിയില്ലാത്തത് റോട്ടിൽ കൂടെ ആരെങ്കിലും വന്ന് തല്ലിയാന്ന് പറയുമ്പോഴേ പേടിയില്ല. അല്ല മാം, ആ പേടി എനിക്ക് പാടുമ്പോ ഉണ്ട്. ഇല്ല, ഞാൻ പറയുന്നത് നമ്മള് ചില സ്ഥലങ്ങളിൽ, ചില ഏരിയയിൽ നമ്മൾ ശബ്ദം വെച്ച് തന്നെ പറയണം. അതല്ലെങ്കിൽ ഇപ്പോൾ കരയുന്ന കുഞ്ഞിന് ആ പാലെന്ന് പറഞ്ഞ പോലെ നമ്മൾ ചിലത്, അല്ലെ ഇത് അറിയത്തില്ല. ഈ കൂട്ടത്തിനിടയ്ക്ക് എനിക്കൊരു പാട്ട് പാടണമായിരുന്നു, ആർക്ക് എനിക്കൊന്ന് പാടണം എന്ന് പറഞ്ഞാലേ അത് കേൾക്കത്തുള്ളൂ. കുറച്ച് എക്സ്പ്രസീവ് ആയിരിക്കണം, പ്രത്യേകിച്ച് പെൺപിള്ളേർ ധൈര്യമായിട്ടിരിക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ ധൈര്യമായിട്ടിരിക്കണം. എന്തു വന്നാലും പോടാ എന്ന് പറയാനുള്ള ഒരു ഗട്ട്സ് ഉണ്ടാവണം കേട്ടോ. നമുക്ക് ഇഷ്ടമല്ലാത്ത നമ്മൾ ചെയ്യരുത്, അത്രേ ഉള്ളൂ. വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ, ഫുട്ബോൾ ചാമ്പ്യൻ ഒരു കിക്ക് അടിക്കും. അതെ, കിക്കടിക്കരുത്, അവൻ അറിയാൻ യോസിക്കും. അടിക്കണമാ വേണ്ടാമാ. എത്ര വെയിറ്റ് വരെ ലിഫ്റ്റ് ചെയ്യും? 2 കിലോ. തൊട്ടാണ്, ഒരു 10th വരെ ആയിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ച് 4 വയസ്സിൽ എടുത്തിട്ടുള്ള വെയിറ്റ് ആയിരിക്കും. അല്ല അർച്ചന, ഈ കമോൺ എവരിബഡി എന്ന് എല്ലാവരും ഇങ്ങനെ പറയുന്നത് എന്താ അർച്ചന അടുത്ത്? അതൊക്കെ ഞാൻ അറിഞ്ഞു. അർച്ചന അടുത്ത് എല്ലാരും വന്നിട്ട് കമോൺ എവരിബഡി കമോൺ. നമുക്കിവിടെ ഒരു ശ്രീഹരി ഉണ്ടായിരുന്നു, കമോൺ എവരിബഡി. നാദൃദൃത. എന്താണ് അർച്ചന അടുത്ത് എല്ലാരും അങ്ങനെ പറയുന്നത്? അത് സാർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെറുപ്പത്തിലെ സ്റ്റേജിൽ കയറുമ്പോൾ അങ്ങനെ ചിരിക്കൊന്നുമില്ല. ചിരിക്കാത്ത പാട്ടുകാരി എന്നൊക്കെ എനിക്ക് പേര് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ബ്രദർ പാട്ട് പാടും. അപ്പം ചേട്ടൻ ചെറിയൊരു ബാൻഡൊക്കെ ഉണ്ട്. അപ്പം ചേട്ടൻ്റെ കൂടെ ഞാൻ പാടാൻ പോവാറ്. അപ്പം ചേട്ടൻ ഇങ്ങനെ അനാവശ്യമായിട്ട് ഭയങ്കര മോട്ടിവേഷൻ തന്ന ഒരു ദിവസം. അല്ല സാറിന് മനസ്സിലാവും, ഈ സ്റ്റോറിയുടെ ലാസ്റ്റ് മനസ്സിലാവും. ഞാനിങ്ങനെ ഭയങ്കര എനർജറ്റിക് ആയി, ഇന്ന് എന്തായാലും എൻ്റെ ലെവൽ വേറെ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ സ്റ്റേജ് കയറി. ഞാനിങ്ങനെ ആദ്യം 2-3 മെലഡിയൊക്കെ പാടി, പിന്നെ ഞാനിങ്ങനെ ഫാസ്റ്റ് നമ്പറിലേക്ക് കടന്നു. കുറച്ചൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി ആളുകളായിട്ട്. അപ്പം സ്റ്റേജ് ഏകദേശം ഇത്രയൊക്കെ വലിപ്പം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. മുന്നോട്ട് പാടി പോയി കമോൺ എവരിബഡി എന്ന് പറഞ്ഞ നേരം മുന്നിലേക്ക് വീഴുക ചെയ്തത്. ഫ്രണ്ടിലേക്ക് വീണു എന്ന് വെച്ചാൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാ വീണേ. പിന്നെ നിൽക്കുന്നത് ഇങ്ങനെയാ. അപ്പം ഇത്ര വലിയൊരു ഈ സ്റ്റേജും ഭൂമിയും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തത് കാരണം വലിയ പബ്ലിസിറ്റി കിട്ടിയില്ല. പിന്നീട് അതൊന്ന് കാണിക്കോ, കമോൺ എവരിബഡി പ്ലീസ്. അത് അന്നൊരു കമോൺ എവരിബഡി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങ് പോയി, എവരിബഡിയുടെ അടുത്തേക്ക് അങ്ങ് പോയി. അല്ല, പിന്നീട്
എനിക്ക് അറിഞ്ഞൂടെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കണേന്ന്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത മാസം സെയിം ഇൻസിഡന്റ് ഉണ്ടായി. പക്ഷെ അത് പിന്നോട്ടാ വീണ, നല്ല പബ്ലിസിറ്റി ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ അല്ല, അത് അത്യാവശ്യം നല്ല ഉയരമുള്ള സ്റ്റേജ് ആയിരുന്നു. ബാക്കിൽ മുളക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിലേക്ക് ഞാൻ വീണ. അപ്പൊ എന്റെ ആകെ എനിക്ക് ഓർമ്മ എന്റെ ഈ കാല് ഇങ്ങനെ കുളത്തി നിൽക്കുന്നു, ഞാൻ ഇങ്ങനെ നിൽക്കുന്നു മാത്രമേ ഓർമ്മ ഉണ്ടായുള്ളൂ. കുറെ പേര് ചിരിക്കുന്നു കേട്ടു. അവിടെ നല്ല മുള ഉണ്ടായിരുന്ന ഒരു ഫ്ലൂട്ട് ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുക്കാൻ. അപ്പൊ അങ്ങനെയാണ് ആ കമോൺ എവരിബഡി വന്നത് അല്ലേ? അപ്പൊ എന്തായാലും ഇവിടെ വീഴൊന്നുമില്ല, അടിപൊളിയായിട്ട് പാടിക്കോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സന്ധ്യയൊരു വെൺ സൂര്യന്റെ വിരഹമറിയുന്നു, വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നുവോ. പ്രണയ സന്ധ്യയൊരു വെൺ സൂര്യന്റെ വിരഹമറിയുന്നു, വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ നിലാവിന്റെ യമുനയിൽ ചന്ദ്രകാന്തമലിയുന്നുവോ. കനവിലായിരം കനകമേഘം കടൽ വരയ്ക്കുന്നുവോ. പ്രണയ സന്ധ്യയൊരു വെൺ സൂര്യന്റെ വിരഹമറിയുന്നു, വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. സന്ധ്യയൊരു വെൺ സൂര്യന്റെ വിരഹമറിയുന്നു, വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. കിനാവിന്റെ കാണാദ്വീ
അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സോ മച്ച്. ശരത് സർ പാടുമ്പോ മുഖത്ത് ആ ഒരു ഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ഭാവമായിരുന്നു. അല്ലേ? ഞാൻ വിചാരിച്ചു ഈ പെങ്കൊച്ചിന് എന്തൊരു ഭാവമെന്ന്. പിന്നെ എന്താ സംസാരിക്കുമ്പോ അങ്ങനെ വരാത്തെ? ആരങ്ങനെ വീട്ടിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും അങ്ങനെ തന്നെയാണോ? അല്ലല്ല, അച്ഛനെ കണ്ടു പഠിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ചെറുപ്പം തൊട്ടേ. പക്ഷെ ഞാൻ അങ്ങനെ അല്ല, ആവണില്ല. അച്ഛൻ എന്ത് ചെയ്യുന്നു? അതെ. അച്ഛൻ ബിസിനസ്സാണ്. അല്ല, അച്ഛൻ ഇങ്ങനെ ഭീകരമായി സംസാരിക്കുമോ? അച്ഛൻ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അച്ഛനാണ് എന്റെ റോൾ മോഡൽ. എന്നിട്ട് എന്താ ഇങ്ങനെ ആയിപ്പോയത് മോള്? അച്ഛൻ പാട്ട് പാടുവോ? അച്ഛനാണ് പാട്ട് പഠിപ്പിച്ചു തന്നത്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആൻഡ് സർ, ഏതായാലും ഞാൻ സ്പോർട്സിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ ഫുട്ബോൾ കോച്ചായിരുന്നു, അച്ഛൻ പ്ലെയർ ആയിരുന്നു. അതും അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് കിട്ടി. വെരി ഗുഡ്. അർച്ചന ഒരു മ്യൂസിക് ടീച്ചർ കൂടെയാണ്. ആണോ? അത് എന്തുകൊണ്ട് ഞങ്ങളോട് പറയുന്നില്ല? ഇല്ല സർ, അതെനിക്കൊരു ഫെലോഷിപ്പ് കിട്ടിയായിരുന്നു ഗവൺമെന്റിന്റെ, വജ്ര ജൂബിലി ഫെലോഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. പഠിപ്പിക്കാൻ ഒട്ടും പ്ലാൻ ഇല്ലാത്ത ഒരു സമയത്താണ് എനിക്കത് ജോലി കിട്ടണേ. ആ ജോലിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 50 വയസ്സ് തൊട്ട് 75 വയസ്സ് വരെയുള്ള ആൾക്കാരായിരുന്നു എൻ്റെ സ്റ്റുഡൻസ്. കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ഒക്കെ ക്ലാസ്സിൽ പോയി പിന്നെ അവർക്ക് ഒരു സായൊക്കെ കൃത്യമായിട്ട് പാടാൻ പറ്റിയ ഭയങ്കര സന്തോഷം അവർക്ക്. അപ്പോൾ എനിക്കത് ഭയങ്കര എന്തോ ഞാൻ വലിയ കാര്യം ചെയ്യുന്ന എനിക്ക് തോന്നി. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാണ് ഞാൻ ടീച്ചിങ്ങിലേക്ക് ഇറങ്ങിയത്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ കമോൺ എവരിബഡി, നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് പോവാം. ഓക്കെ ചേച്ചി. അച്ഛന്റെ പ്രിയപ്പെട്ട അർച്ചനെ, കമോൺ എവരിബഡി, കമോൺ എവരിബഡി. അസലേ പാടി. താങ്ക് യു സോ മച്ച്. നൈസ്. അർച്ചനയ്ക്ക് നല്ലൊരു വോയിസ് ഉണ്ട്. ഞാൻ ശ്രദ്ധിക്കായിരുന്നു. ആ പാട്ട് മനോഹരമായിട്ട് പാടി, നല്ല ഫീൽ ചെയ്ത് ആ പാട്ട് എങ്ങനെയാണോ നമ്മൾ ഒറിജിനലി കേട്ടത് അതിനോട് അടുത്ത് എത്തുന്ന വിധത്തിൽ അർച്ചന പെർഫോം ചെയ്തു. വെരി നൈസ്. മറ്റൊന്നും പറയാനില്ല, ഇതൊരു ഫസ്റ്റ് പെർഫോമൻസ് ആണ്. അതിൻ്റെതായ ഒരു പരിഗണന എല്ലാവർക്കും ഉണ്ട്. പിന്നെ ബ്യൂട്ടിഫുൾ സിംഗിങ്. ഇനി നന്നായിട്ട് പോട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മഞ്ജരി ചേച്ചി. ശരത് സർ. അർച്ചന മനോഹരമായിട്ട് പാടി. ബ്യൂട്ടിഫുൾ. ഒന്നാമത് എനിക്ക് ഇതിന്റെ കമ്പോസറിനെ കുറിച്ച് പറയൂ. ആരാണ് ഇത് കമ്പോസ് ചെയ്തത്? ഔസേപ്പച്ചൻ സാറാണ്. എഴുതിയത്? ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. പാടിയത് ബോംബെ ജയശ്രീ. ഫേവറേറ്റ് സിംഗറാണ്. എന്താണ് എന്റെ ഫേവറേറ്റ് സിംഗർ. അത് റേഞ്ച് കേട്ടപ്പോഴേ മനസ്സിലായി. അത് അപ്പൊ ഒരു ചിരിയൊക്കെ വന്നു. ബോംബെ ചേച്ചി. എന്തൊക്കെയാലും എന്താ ഒരു ഉഗ്രം കോമ്പോ. അതിലൊരു അസാധ്യ പാട്ട് നമ്മുടെ അണ്ണാച്ചി വെച്ച അലക്കി കമ്പോസ് ചെയ്ത് ഔസേപ്പച്ചൻ അണ്ണാച്ചി ഐ ലവ് യു, വി ലവ് യു. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കോമ്പസിഷൻ്റെ പ്രത്യേകതയായിട്ട് അർച്ചന എന്താണ് കാണുന്നത്? ഒരു ടീച്ചറും കൂടെ അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പേഴ്സണലായിട്ട് എന്താ തോന്നുന്നത്? അല്ല സർ, എനിക്ക് പാട്ട് പഠിച്ചു തീർക്കാൻ വലിയ കഷ്ടമായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു ഇമോഷണൽ സൈഡ് പറ്റുണ്ടായിരുന്നില്ല. ഓരോ വട്ടം കേൾക്കുമ്പോഴും എന്നാ പിന്നെ വേണ്ടായിരുന്നല്ലോ. അങ്ങനെയല്ല സർ, എനിക്കിത് പാടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ആക്ച്വലി സാറ് ഉദ്ദേശിച്ച ആൻസർ അല്ലാന്ന് എനിക്കറിയാം. പക്ഷെ സീരിയസ്ലി ഇത് ഒരുപാട് എടാ ഞാൻ ചോദിച്ചതൊന്ന് ഇത് വേറെ ഏതാണ്ടൊക്കെ അപ്പുറത്തെ കണ്ടെത്തി കൂടെ പോയ കാര്യമൊക്കെ ഈ പറയുന്നത്. ഈ ഒരു കോമ്പസിഷന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്താണ്? അതാ ഞാൻ ചോദിച്ചത്. ഇല്ല സർ, എനിക്കറിയില്ല സർ. സിമ്പിൾ സർ, എനിക്ക് അറിയില്ല സർ. സർ അതറിയണ്ടേ? ഇതിൽ 2 ടോണിക് നോട്ടുണ്ട്, അതറിയാമോ? നമ്മുടെ ആധാര ഷഡ്ജം എന്ന് പറയുന്നത് അത് ആധാര ഷഡ്ജം മാറുന്നുണ്ട് അല്ലേ? ഉണ്ടോ? എവിടെ? എന്തിനു മാറി? അല്ല അത് അറിയുന്നുണ്ടോ ഞാൻ പറയുന്നത്? സരിഗമപ ദദപമപമഗ രീ സപമഗ പമഗ ദദപമ ദദപ ഗരി 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 രി സാ സരിഗപത ദദപ ഗപദപ ഗപദപ ഗപ രി 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 ദ ദ ദ ദ രി 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 ദ ദ ദ ദ പ മ ഗ രി സാ. ഞാനിതാ ചോദിച്ചത്. അപ്പോൾ ആ ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. അപ്പോൾ അത് പറയണ്ടേ? അത് പറയും. ഞാൻ എണീച്ചെന്ന് കയ്യൊക്കെ തട്ടാന്ന് വിചാരിച്ചാൽ ഞാനിവിടെ ഇരുന്നത്. അപ്പോൾ കം ഓൺ എവരിബഡി, ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഓരോ പാട്ടിലും അതിൻ്റെ എന്തുകൊണ്ടാണ് ആ കമ്പോസർ അത് ചെയ്തത്. അപ്പോൾ ആ ഒരു ഏരിയ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. അത് പ്രത്യേകിച്ച് ബോംബെ ജയശ്രീ പാടിയേക്കുന്നത് അയ്യോ അസാധ്യം. എന്നാലും മനോഹരമായിട്ട് പാടി. നമ്മുടെ അണ്ണാച്ചിയുടെ പാട്ട് മനോഹരമായിട്ട് പാടി.
കുറെ സന്തോഷം. ഓക്കെ, അപ്പൊ ഇനി ചോദിക്കാം അടുത്ത ആളോട്. വിളിക്കാം, അടുത്ത ആളോട് വിളിച്ചോ. ഷാൻ സാർ. ഓഹോ ഷാൻ സാർ. ഞാൻ ശാശാന്ന് മാത്രമേ കേട്ടുള്ളൂ. അർച്ചന സർ. ഉഗ്രനായിട്ട് പാൻ. താങ്ക് യു സർ. ഒരു ഭയങ്കര ഡെപ്ത് ഉള്ളൊരു കമ്പോസിഷൻ അല്ലേ അതെ. ഇത്? എന്താ പറയാ, അറിയുന്തോറും ആഴം കൂടുന്ന ഒരു കമ്പോസിഷൻ ഔസേപ്പ് ബച്ചൻ സാറിന്റെ. ഇത് സിനിമയുടെ പേരെന്താ മോളെ? കടൽ. കടലാണോ? ഒരേ കടലാണോ? ഒരേ കടൽ. ആ, അത് ഒരേ ഉള്ളതുകൊണ്ട് ഒരു കടൽ സെയിം ആയതുകൊണ്ടാണ് ഒരു കടൽ എന്ന് പറഞ്ഞത്. അർച്ചന നല്ലൊരു തുടക്കം. താങ്ക് യു സർ. കൺഗ്രാറ്റ്സ്. എന്തായാലും ഇനി അങ്ങോട്ടേക്കുള്ള യാത്ര, ഇതിപ്പോ അദ്ദേഹം വളരെ ഡീപ്പായിട്ട് പറഞ്ഞു കാര്യങ്ങളൊക്കെ. ഇനിയും ഒരുപാട് നമുക്ക് ഇവിടുന്ന് പഠിക്കാം. അതെ. ഓക്കെ, അതെ. അപ്പൊ എന്തായാലും അർച്ചന, ഓൾ ദി ബെസ്റ്റ്. Thank you. ഫസ്റ്റ് Thank you, sir. അറ്റംപ്റ്റ് അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചിന്മയി മാം. Very beautiful voice and you so much, very ma'am. expressive. Just speak up. It's okay. People will not bite you. I'll try. ഓക്കെ, താങ്ക് യു മാം. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കമോൺ എവരിബഡി. ഇനി നമുക്ക് മാർക്കിലേക്ക് പോവാം. ശരത് സാർ. അർച്ചനെ 9 മാർക്സ്. താങ്ക് യു Thank you, ശരത് sir. സാർ. ചേച്ചി 9.1 ആയല്ലോ. സൂപ്പർ. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഷാനിക്ക 9. നൈസ്. ഓക്കെ ഓക്കെ, സോ ടോട്ടൽ 27.1. താങ്ക് യു. ഫസ്റ്റ് പെർഫോമൻസിലെ നല്ല കിടിലൻ മാർക്സ്. ഇനി കണ്ടിന്യൂ ചെയ്യാ. അടുത്തോടെ നന്നായി സംസാരിക്കണം. ഓക്കെ, ഉറപ്പായിട്ടും. കമോൺ എവരിബഡി. ഓക്കെ, അടുത്തതായി തൃശ്ശൂർന്ന് ഒരു ഗഡീനെ നമ്മളിങ്ങോട്ട് ഇറക്കാൻ പോകുന്നേ. ഇറക്ക്. ഇറക്കട്ടെ, ഗോവിന്ദ്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ഗോവിന്ദ്. പ്രകാശഗോപുരം ഉദിക്കുന്നു വാനിൽ, നിറം ചാർത്തുമോരായിണമാ. ഹലോ ഗോവിന്ദ്, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ സീനിയർ. ആരുടെയൊക്കെ ഒരു സാമ്യം തോന്നുന്നുണ്ടോ? നീരജ് മാധവിന്റെ ചായയില്ലേ? ഇല്ലേ? ചേച്ചിക്ക് ആരെങ്കിലും തോന്നിയോ? പറഞ്ഞിട്ടുണ്ടോ? ചിലര് പറയാറുണ്ട്. അങ്ങനെ പറയാറുണ്ട് അല്ലേ? ചില സ്ഥലത്ത് പറയാറുണ്ട്. അങ്ങനെ തോന്നിയുണ്ടോ സ്വയം? എനിക്ക് അങ്ങനെ തോന്നാറില്ല. നീരജ് മാധവ് വെക്കണ്ട. ഓക്കെ ഗോവിന്ദ്, ഇന്ന് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഇന്ന് നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുള്ള മൂവിയിലെ പവിഴം പോലെ. ബ്യൂട്ടിഫുൾ. വണ്ടർഫുൾ 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 സോങ്. ഗോവിന്ദ് എന്താ ചെയ്യണേ? അപ്പൊ ഞാൻ ഓഡിയോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. എവിടുന്ന്? NHQ. ഓ, നൈസ് നൈസ് നൈസ്. അപ്പൊ എന്തായാലും ഗോവിന്ദിന്റെ പാട്ട് കേൾക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ. ഓ, തരാടാ ഞാൻ പണി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വാണി കാണുന്നു. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തൊടുശോഭയെഴും നിറമുന്തിരി നിൻ മുഖസൗരഭമോ പകരുന്നു. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. മാതളങ്ങൾ തളിർ ചൂടിയില്ലേ, കതിർപാൽ മണികൾ
കനമാർന്നതില്ലേ മദകൂജനമാർന്നിന പ്രാക്കളില്ലേ മാതളങ്ങൾ തളിർ ചൂടിയില്ലേ കതിർപ്പാൽ മണികൾ കനമാർന്നതില്ലേ മദകൂജനമാർന്നിന പ്രാക്കളില്ലേ പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാം കുളിർ ചൂടിവരാം പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ നിന്നനുരാഗമിതിൻ സിരയിൽ സുഖഗന്ധമിഴും മതിരാസവമായി ഇളമാനിന നിൻ കുളിർമാറിൽ സഖീ നിന്നനുരാഗമിതിൻ സിരയിൽ സുഖഗന്ധമിഴും മതിരാസവമായി ഇളമാനിന നിൻ കുളിർമാറിൽ സഖി തരളാർദ്രമിതാ തല ചായ്ക്കുകയായി ഒരു സുന്ദരിയൻ മലർശയ്യയിൽ പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തുടുശോഭയിഴും നിറമുന്തിരി നിൻ മുഖസൗരഭമോ പകരുന്നു പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തുടുശോഭയിഴും നിറമുന്തിരി നിൻ മുഖസൗരഭമോ പകരുന്നു പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. ആഹാ ബ്യൂട്ടിഫുൾ. ഗോവിന്ദ് ഹലോ എങ്ങനെ പാടി? ഫസ്റ്റ് സോങ് അല്ലേ? പാടി പാടാൻ പറ്റിയെന്നുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് ഗോവിന്ദ് പാട്ടിനോട് ഇഷ്ടം, അല്ലെങ്കിൽ പാട്ട് പഠിക്കാം എന്നൊക്കെ ഉള്ളൊരു ഡിസിഷൻ എടുത്തത് എന്തുകൊണ്ടായിരുന്നു? പാട്ട് ചെറുപ്പം തൊട്ട് ഇഷ്ടമാണ്. പറഞ്ഞോ. അല്ല, എനിക്ക് എന്തോ പാർവതിയുടെ ചോദ്യത്തിൽ നീ തന്നെ അത് പറയാതെ ഇവിടെ ജഡ്ജ്മെന്റ് ഇല്ല. ആ സമയത്ത് ഒരു ചെറിയ റിലേഷൻ, എനിക്ക് വൺ വേ ഉണ്ടായിരുന്നു, റിലേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ അത് ആ പെൺകുട്ടീനെ കാണാൻ വേണ്ടി പിന്നെ രണ്ടാമത്തെ വട്ടം ജോയിൻ ചെയ്ത് പിന്നെ ആ കുട്ടീനെ കാണാൻ വേണ്ടി പോയതാ. എന്നിട്ട് എന്നിട്ട് അടി കിട്ടിയോ? ഇല്ല, അടി കിട്ടിയില്ല. എന്നിട്ട് പാട്ട് ക്ലാസ്സിൽ പോയി. പാട്ട് ക്ലാസ്സിനെക്കാട്ടും കൂടുതൽ അവളുണ്ടെങ്കിലേ പോവുള്ളൂ. ആ ലെവലായിരുന്നു ആ സമയത്ത്. ഇല്ലെങ്കിൽ പിന്നെ പാട്ടിന് പോയി. കുട്ടി ആരാണ്? അത് പറയാൻ ഇല്ല. പറ. അതിപ്പോ ആളായിട്ട് ഒന്നും ഇല്ല. ആ പെൺകുട്ടിയല്ലേ ആ പാട്ട് ടീച്ചർ? ഗോവിന്ദാ, ആ അപ്പൊ പാട്ടിന് പോയിട്ട് ഇതാരും നടന്നത് അല്ല. പിന്നെ അവിടെ നിന്ന് പിന്നെ പതുക്കെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് പിന്നെ ചേഞ്ച് വന്നു. പതുക്കെ പാട്ടില് ബന്ധപ്പെട്ട് ആക്റ്റീവായി ആവാൻ പറ്റി. കുട്ടിയായിട്ട് റിലേഷൻ ആയില്ലെങ്കിലും പാട്ടായിട്ട് ആക്റ്റീവാ നിൽക്കാൻ പറ്റി. നന്നായി. പറഞ്ഞോ ആ കുട്ടിയോട്? ആ അതൊക്കെ പറഞ്ഞു. അപ്പൊ എന്തു പറഞ്ഞു? പോയി പണി നോക്കുന്നു. അനിയാന്ന് വിളിച്ചോ? അല്ല, അതിന്റെ വേറൊരു വർഷം പറഞ്ഞു. അല്ല, അത് അനിയനൊന്നല്ല, എന്റെ താഴെയായിരുന്നു. ഓ, ഇത് വേറെ പറഞ്ഞത്. നമ്മുടെ സ്ഥിരം ഡയലോഗ് അടിച്ചോ ഗോവിന്ദ? ഞാൻ ബ്രദറിനെ പോലെയാ കണ്ടത്. അത് പറഞ്ഞില്ല, അത് വേറെ കുട്ടി പറഞ്ഞു. അപ്പൊ ഇത് ഒരു തൊഴിലായിട്ട് എടുത്തോണ്ട് നടക്കുകയാണ്. അല്ല ആ കുട്ടീനെ മറക്കാൻ വേറെ കുട്ടീനെ നോക്കി. അങ്ങനെ അപ്പൊ ആ കുട്ടി അല്ല ഫോർ എക്സാമ്പിൾ പറഞ്ഞത്. അവനെ ആ കുട്ടി രണ്ടുപേരെ മറക്കാൻ വേറെ ആളെ നോക്കേണ്ട അവസ്ഥ ഒക്കെ വന്നു. അല്ല, ചുരുക്കത്തിൽ ഇപ്പൊ ലിസ്റ്റിൽ എത്ര പേരുണ്ട്? ഇപ്പൊ ആരുമില്ല. ബാക്കി എല്ലാരും ഓർത്തോണ്ടിരിക്കുന്നു. അതെ, ഇപ്പൊ ഞാൻ വളരെ സിംഗിൾ ആയിട്ട് വളരെ സിംഗിൾ ആയിട്ട് ഓർമ്മകളായവിറക്കി
എടാ അതൊക്കെ അതങ്ങ് കടന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ പേടിക്കും, പിന്നെ പ്രോഗ്രാമിന് വിളിക്കൂല. ഇല്ല ഇത് പഴയ ഇപ്പൊന്നില്ല, ഇപ്പൊ അങ്ങനൊന്നുമില്ല. പണ്ടെന്ന് ഇപ്പൊ ഡീസന്റ്. പണ്ട് ഞാനൊരു വികാര ജീവിയായിരുന്നു. ക്രഷ് വരുന്നു എനിക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ചിന്മയി മാം. It's beautiful, and you have such a lovely voice, very expressive, and it's very gentle the way that you sang this. Enike in the song na munnadi kettadilla, because I've not really heard too many Malayalam songs growing up and all of that, but it was very beautiful the way you sang. Thank you ma'am. Thank you ma'am. ഷാനിക. ഗോവിന്ദ ആശാനിക്ക നന്നായിട്ട് പാടിയുണ്ട്. താങ്ക് യു. അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയും എങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ബട്ട് യുനോ അഗൈൻ ദിസ് ഇസ് യുവർ ഫസ്റ്റ് പെർഫോമൻസ്. അപ്പം നമ്മൾ പല കാര്യങ്ങളൊന്ന് കണ്ണടയ്ക്കും. പിന്നെ പോകെ എന്തായാലും ഇതൊരു ഗോവിന്ദ് ഒരു ഗംഭീര സിംഗർ ആവും. കാരണം ഭയങ്കര ഫീൽ ഉണ്ട് ഗോവിന്ദിന്റെ വോയിസിൽ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഗോവിന്ദ. താങ്ക് യു ഷാനിക്ക. Thank you ഷാനിക. ഓക്കെ ശരത് സർ. യെസ് ബോസ്. സാർ ഗോവിന്ദ നല്ല പാട്ട് കേട്ടോ, എന്ത് മനോഹരമായിട്ടുള്ള കോമ്പസിഷൻ. ഇപ്പം ആദ്യം അത് നമ്മൾ അധികം ഒന്നും പറയുന്നില്ല കേട്ടോ. എന്തോന്നര എഴുതി വെച്ചേക്കുന്നത്, ചുമ്മാ അല്ല പെണ്ണിട്ടിട്ട് വല്ല ലവ് ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ടോ? നമുക്ക് മനസ്സിലായും കാണത്തില്ല. കൊടുത്തിട്ടുണ്ടാ? ഇല്ല ചറവറാന്ന് എഴുതി വെച്ചേക്ക. ഇല്ല ലെറ്റർ കൊടുത്തിട്ടില്ല. ആർക്കും കൊടുത്തിട്ടില്ലേ? അല്ല കൊടുക്കാതിരുന്നാ നന്നായി, നല്ല കൈയക്ഷരം. ഞാനാക്കി തന്നെ കയറി കളഞ്ഞാൽ. എനിക്ക് തോന്നി ഇത് പറയുന്നു ലിറിക്സ് എഴുതിയപ്പോ തന്നെ. ഇപ്പൊ എല്ലാ നന്മയും ഉണ്ടാവട്ടെ കേട്ടോ. നേരെ ജീവിക്കും എന്ന പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഓക്കെ മഞ്ജരി ചേച്ചി. ഗോവിന്ദ് ചേച്ചി നൈസ് വോയിസ്, നൈസ് സോങ്, നൈസ് സെലക്ഷൻ, അടിപൊളി. താങ്ക് യു ചേച്ചി. തീർന്നു. ഞാൻ നോക്കുമ്പോ ആള് നല്ല പോക്കറ്റിൽ കൈ കിട്ടുന്ന ആള് ലാഘവത്തോടെ ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് പാടുന്നു. ടെൻഷൻ ഉള്ളിലുണ്ടോ? ഉള്ളിൽ ചെറുതായിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഒരു പുറത്ത് കാണിക്കുന്നതാ ടെൻഷൻ ഇല്ലാന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ. പക്ഷെ രസമുണ്ടായിരുന്നു. നന്നായിട്ട് പാടി. കോൺഫിഡൻസ് നമുക്ക് ഉള്ളില് ഇല്ല എന്ന് തോന്നുന്നില്ല. നന്നായിട്ട് തന്നെ ഒരു ഫസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് വെരി ഗുഡ്. എനിക്ക് ഗോവിന്ദന്റെ ഇപ്പൊ ഈ ഒരു കഥയൊക്കെ കേട്ടപ്പോ ഗോവിന്ദ് ഇങ്ങനെ നടന്ന് ആരെങ്കിലും ഒരു പ്രണയലേഖനം എവിടെയെങ്കിലും ഒന്ന് അപ്രൂവ് ആവുമോ എന്നുള്ള ഒരു അലച്ചല് പണ്ട് കാലത്ത് നടക്കുന്ന പോലെ. പലരുടെയും പേരെഴുതിയ ഒരേ കണ്ടന്റുള്ള കുറെ എഴുത്തുകൾ മാത്രം എഡിറ്റ് ചെയ്ത് കളയും. സുഷമ വരുന്നു. ഒരു ക്രേസി ആയിട്ടില്ല. മറ്റേ ചൈന ടൗണിലെ ദിലീപ് ഏട്ടന്റെ ഒരു കഥാപാത്രമില്ലേ, പോകുന്നിടത്തൊക്കെ ലവ് ലെറ്റർ. അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് പോവുകയും ചെയ്യും. അങ്ങനെ വല്ല അനുഭവം ഉണ്ടോ? ഇല്ല ഇതുവരെ ആയിട്ടില്ല. എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. അത് വല്ലാത്തൊരു സൂക്ഷിച്ചോട്ടോ. എന്താണെന്നറിയില്ല. അതെന്താ? എനിക്ക് തോന്നുന്നു അതൊരു തരം ഗോവിന്ദ് നോക്കിയവരെല്ലാം നിത്യ കന്യകകളായിട്ട് അങ്ങനെ ജീവിക്കും. ശപിച്ചുവിടെ വല്ലതാണോ? ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാ. ഉണ്ടായിട്ടില്ല. എനിക്ക് ഗോവിന്ദനെ കാണുമ്പോ അനൂപ് ഗോവിന്ദനെ പറ്റി ഒരു പാട്ട്, ഗോവിന്ദനെ പറ്റി ഒരു പാട്ട് ഓർമ്മ വന്നു. ഒരു ഗസൽ 2 ലൈൻസ്. അത് ചിന്മയി, ഇറ്റ്സ് അബൌട്ട് ആവാർഗി, ക്രേസിനെസ്. അപ്പോ ഇതൊരു ക്രേസി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഇങ്ങനെ നടക്കുന്ന പോലെ. അതെ. ये पागल दिल मेरा क्यों बुझ गया आवारगी, ये पागल दिल मेरा क्यों बुझ गया आवारगी। इस दश्त में एक शहर था, इस दश्त में एक शहर था, वो क्या हुआ आवारगी ये दिल, ये पागल दिल मेरा क्यों बुझ गया आवारगी। इस
दश्त में एक शहर था, इस दश्त में एक शहर था, वो क्या हुआ लगे ये दिल ये दिल, ये दिल, ये पागल दिल मेरा. ഓ സൂപ്പർ സ്റ്റാർ സീനിയറിലെ ഫസ്റ്റ് ഡെഡിക്കേഷൻ മഞ്ജരി ചേച്ചിയുടെ വക. ഒരു അത് പകൽ ദിൽ. ഗോവിന്ദിന്. ഇനി എന്താ വേണ്ടേ? മാർക്സ് അറിയാം. ഓക്കെ യെസ് പാറു. ഷാനിക, ഗോവിന്ദന്റെ മാർക്ക്. ഗോവിന്ദൻ 8 മാർക്ക്. താങ്ക് യു. താങ്ക് യു ഷാനിക. ശരത് സർ. ഗോവിന്ദ 8 മാർക്ക്. താങ്ക് യു ശരത് സർ. ചേച്ചി. ഗോവിന്ദ 8 മാർക്ക്. താങ്ക് യു. ഗോവിന്ദ ടോട്ടൽ 24 മാർക്ക്. ഒരാൾ ബൈക്കൊക്കെ ഓൺ ചെയ്ത് റെഡിയാക്കി. I know it doesn't count, but still, Govinda, 8 marks. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ഒരു മിടുക്കി കുട്ടി. എവിടെന്നാ? കോഴിക്കോട് നിന്നാണ് വരുന്നത്. ആവണമല്ലോ. ഓ അതാ മിടുക്കി എന്ന് പറയുമ്പോ തന്നെ ആവണല്ലോ എന്നൊക്കെ. ഓഫ് കോഴ്സ്. ആള് ഭയങ്കര ആക്റ്റീവ് ആണ് സോഷ്യൽ മീഡിയയിലൊക്കെ. ഓ. ലൈക് ഫുൾ റീൽസ് വൈബ് ഒക്കെയാണ്. നമുക്ക് എന്തായാലും വരുമ്പോ ചോദിക്കാം. Okay. സോ ലെറ്റ്സ് വെൽക്കം ശിവാനി. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ സീനിയർ. ശിവാനി. ശിവാനി എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ MA ഫൈനൽ ഇയർ ആണ്, മ്യൂസിക്. ഓ MA ഫൈനൽ ഇയർ. ഗുഡ് ഗുഡ്. റീൽസ് ഒക്കെ ചെയ്യുന്ന ഞാൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പറയൂ, എങ്ങനെയാണ്? എപ്പോഴും റീൽസ് എടുക്കാറുണ്ടോ അതോ എങ്ങനെയാ അതിന്റെ ഒരു രീതികളൊക്കെ ഒന്ന് പറ. ഒരു റീൽ എടുത്തതിന്റെ ക്ഷീണം മാറിയിട്ടില്ല, ഇയർന്നും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ഞാൻ. എന്താണ് ആ റീലിന്റെ കഥ? എന്തായിരുന്നു? പറയൂ. അത് ധീര മൂവിയില് മഞ്ജരി ചേച്ചി പാടിയ പാട്ടായിരുന്നു, പഞ്ചസാര ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞിട്ട്. പഞ്ചസാര ഉമ്മ. അയ്യോ, അത് പാടി അതിന് മുന്നേ ഞാനൊരു ഡയലോഗ് പറഞ്ഞിട്ട് പാടി. എന്താന്ന് പറഞ്ഞേ? എല്ലാവർക്കും പഞ്ചസാര ഉമ്മയെന്ന്. നമുക്ക് ഒന്നുകൂടെ എയർലാവാ. ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ തോന്നും, പക്ഷെ അങ്ങനെ അയച്ചു കൊടുക്കരുത്, അടി വരുന്ന വഴി കാണൂല. ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ കമന്റ് സെഷൻ തുറക്കാൻ പറ്റില്ല. അത്രയും ഞാൻ പറഞ്ഞോളൂ. എന്തിനാ തുറക്കുന്നത്? അല്ലെ, ഇപ്പൊ ഇത് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ പോട്ടെ, ഞാൻ എന്റെ ക്ലാസ്സിലോട്ട് കയറി വരുമ്പോൾ എന്റെ ഫ്രണ്ട്സ് പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് കളിയാക്കും. ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി. ഞാനിങ്ങനെ കുറച്ച് ഡയലോഗൊക്കെ പറഞ്ഞിട്ടാണ് പാടുന്നത്. ഇപ്പൊ കുറച്ച് ആൾക്കാരിലോട്ടൊക്കെ എത്തുന്നൊരു ട്രെൻഡ് ആയിരുന്നു അത്. ഇപ്പൊ അതൊക്കെ പോയി. എനിക്കൊന്ന് പാട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ചേച്ചി ഞാൻ ലിറിക്സ് ആലോചിക്കാം, അതിന് മാത്രം എന്താ പ്രശ്നം? അതെനിക്കും മനസ്സിലായിട്ടില്ല. ജസ്റ്റ് ഒന്ന് വെറുതെ പറഞ്ഞതാണോ അത്? തയ്ച്ചു കൊടുക്കരുതെന്ന്. ഇതിന്റെ മ്യൂസിക് ഡയറക്ടറും പ്രൊഡ്യൂസേഴ്സ് ഒക്കെ കേട്ടാ വന്ന് തല്ലും വീട്ടില്, പാട്ട് ഷെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. എന്തായിരുന്നു അതിന്റെ ലൈൻസ്? നിന്റെ ഭംഗി തേടുന്നി, അങ്ങനെ ഒരു സാധനം. എന്തായാലും അയച്ചു കൊടുക്കാൻ പാടില്ലാത്തത്. സോറി, അങ്ങനെ ഒരു വരി, അങ്ങനെയുള്ള വരികള്. ബാക്കി പാതിരാപ്പൂ മുടിയിൽ ചൂടുമ്പോൾ വേണ്ട നീ വരേണ്ട അതു കണ്ട് പൂവിൻ ചുറ്റും മുള്ളുണ്ട്, അതിനു ചുറ്റും വണ്ടിനുള്ളം താ. ഇതിലൊന്നുമില്ല കേട്ടോ. അതിലെന്താ ഉള്ളത്? ഇതൊന്നുമില്ല, ഇത് മുള്ളു മാത്രമേ ഉള്ളൂ. നമുക്ക് എയർലായി വൈറലാവാലോ. അല്ലേ? അതെ, ഞാനും അങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ പോട്ടെ. നീ നിന്റെ കഥ എടുക്കരുത് കേട്ടോ. ഇല്ല അതൊന്നും ഞാൻ പറയില്ല. അപ്പൊ പാടിക്കോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അതെ, ഈ പാട്ട് നന്നായി പാടേ. ഞങ്ങൾ ഒരു പഞ്ചസാര ഉമ്മ അങ്ങോട്ട് തരാം. അതെ, എല്ലാരും കൂടെ.
മഴയിൽ രാത്രി മഴയിൽ പൊഴിയും സ്നേഹ നിറവിൽ മുഖം തരാതെ പോയി മറഞ്ഞു വസന്തകാലം. മുഖം തരാതെ പോയി മറഞ്ഞു വസന്തകാലം. മധുരമൊഴികളെ നിങ്ങൾ പോലും മൗനം തേടും നേരം. ഹരിതവനികളെരിയുമോരം ചിതയുടെ കനലൊളിയും ഗ്രീഷ്മം ഗ്രീഷ്മം. മഴയിൽ രാത്രി മഴയിൽ പൊഴിയും സ്നേഹ നിറവിൽ. ദലം കരിഞ്ഞ വേനലിങ്ങു ആകുന്ന പോലെ. ദലം കരിഞ്ഞ വേനലിങ്ങു ആകുന്ന പോലെ. മിഥുന ശലഭമേ നീയാമെല്ലെ ദൂരെ മേയും നേരം. വിധുര രജനിയുടെ മുകുര മനസ്സിലോരം ജലമാണി പതിയുകയോ വീണ്ടും വീണ്ടും. മഴയിൽ രാത്രി മഴയിൽ പൊഴിയും സ്നേഹ നിറവിൽ. നിനവേ ആ നിനവേ എന്തേ നിന്നിൽ വിരഹം ചേരും നോവിൻ നീലാംബരി. മഴയിൽ രാത്രി മഴയിൽ പൊഴിയും സ്നേഹ നിറവിൽ. ശിവാനി, യെസ് ചേച്ചി. എങ്ങനെ പാടിയും തോന്നി? ഫസ്റ്റ് സോങ് അല്ലേ? ഫസ്റ്റ് സോങ് ആണ്, ഫസ്റ്റ് സ്റ്റേജ് ആണ്. അതിന്റെ എല്ലാ ടെൻഷനും ഉണ്ടായിരുന്നു. ആണോ? മുട്ട് ഇപ്പോഴും കിടക്കിടാന്ന് നിറച്ചോണ്ടിരിക്കുകയാണ്. അച്ചടാ. ഇങ്ങനെ റിയാലിറ്റി ഷോയിലൊക്കെ വരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നോ? ആഗ്രഹമുള്ള സമയത്ത് ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കിട്ടാതെ പിന്നെ ആഗ്രഹമൊക്കെ പോയപ്പോഴാണ് ഇത് കിട്ടിയത്. ഇപ്പൊ കിട്ടിയപ്പോ എന്ത് തോന്നി? കിട്ടിയപ്പോ വേണ്ടായിരുന്നു. ഇല്ല, സന്തോഷാണ്. ഓക്കെ, ചോദിക്കാം നമുക്ക്. ശരത് സാർ. ശിവാനി, നല്ല പാട്ട്, നല്ല സുഖമുള്ള ഒരു പാട്ട്. ഈ പാട്ടിന്റെ സൃഷ്ടികർത്താക്കൾ ആരൊക്കെയാണ്? മോഹൻ ചിത്താര സാറാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. ലിറിക്സ് വയലാർ ശരത് ചന്ദ്രവർമ്മ സാർ.
പാടിക്കുന്ന മഞ്ജരി മാം. അത് പറയണ്ടേ, മഞ്ജരി ആകെ ഡെസ്പായി. എന്റെ പേര് ചെറിയ പാസ് വന്നപ്പോഴേ വിഷമിച്ചു. മ്യൂസിക് ചെയ്തത് മോഹൻ സിത്താര, ലിറിക്സ് എഴുതിയ ശരചന്ദ്രൻ, പാടിയത് മഞ്ജരി. നല്ല പാട്ട്, നല്ല പാട്ട്, നന്നായിട്ട് തന്നെ പാടി. ചില്ലറ ഈ ഉപ്പ് പാകത്തിന് എന്ന് പറഞ്ഞ പോലെ തെറ്റുകളും പാകത്തിനുണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. നമുക്കത് ഇപ്പം ആ പേടിയ കാര്യം നമുക്ക് മനസ്സിലാവും ആ സ്റ്റേജിൽ ആദ്യം വന്ന് നിന്നിട്ട്. അപ്പം മറ്റുള്ളതൊക്കെ നമുക്ക് ഇനി പോളിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. പറയട്ടെ. ഷാനിക്ക. ശിവാനി സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. നമ്മള് ഫസ്റ്റ് സ്റ്റേജ് ആണല്ലോ ഇത്, ഫസ്റ്റ് സ്റ്റേജ്. അപ്പം നിങ്ങൾ ഇതൊക്കെ ആയിട്ട് അക്കസ്റ്റംഡ് ആയിട്ട് വരാൻ എടുക്കുന്ന ഒരു ചെറിയൊരു ടൈം മാത്രം. അത് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെല്ലാവരും അവിടെ ഈ പുട്ടുപോലെ ഇരുന്ന് പാടും. അതുകൊണ്ട് ഡോണ്ട് വറി. ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. നല്ല രീതിയിൽ. നല്ല രീതിയിൽ ടെൻഷൻ. അവിടുന്ന് മുട്ടിടിക്കുന്നത് ഇവിടെ കേൾക്കാം നമുക്ക് പാട്ടിനേക്കാളും കൂടുതൽ. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചിന്മയി മാം. Honestly, it's amazing that you took a song where the original singer is also right there in front of you. So you have a lovely, sweet, beautiful voice. താങ്ക് യു മാം. And I only wish you the best in the future rounds. താങ്ക് യു സോ മച്ച്. പാറു, നമ്മുടെ ചിന്മയുടെ ശബ്ദം നീ വേറെ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ പാട്ടല്ലാതെ? എത്ര നടിമാർക്ക് നടിമാർക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ സിലിനൊരു കാതല്ലേ. மஞ்சரி சார் சின்மயி அது சொல்லுமா, யாருக்கெல்லாம் டப் பண்ணி இருக்குன்னு சொல்லு. അതെ, Bhumika, Tamanna, Samira, Trisha, Samantha, Amy Jackson. Samantha தான் நிறைய actually. In Vinnai Thandi Varvaya, that Jessie character in Tamil, Hindi and Telugu I have done in all 3 languages. அசாது. And then 96 also, Trishaikum, Samanthakum. Oh, wonderful, wonderful. So all songs I got to sing in that film and dubbingum chedu. Ma'am, can you say one dialogue, please? One dialogue, please. Please, ma'am. Please. For the Malayali audience, ma'am. Please, ma'am. எனக்கு ரொம்ப பிடிச்ச ஷர்ட், அதை நீ கிழிச்சிக்கிட்டு வந்திருக்க, இதை ஏன் இப்படி பண்ண? Beautiful. ശരിക്കല്ലേ, അടിപൊളി, സൂപ്പർ. ഓക്കെ, താങ്ക് യു മാം. മഞ്ജരി ചേച്ചി. ശിവാനി നന്നായി പാടി. താങ്ക് യു ചേച്ചി. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ പാടിയ ഒരു പാട്ട് ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം അറിയിക്കട്ടെ. താങ്ക് യു. ശിവാനി ഈ ഒരു ഫസ്റ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞ് വരുമ്പോൾ രാത്രി മഴയിൽ എടുത്ത് വന്നത് ഒരു ധൈര്യം തന്നെയാണ്. കാരണം അത് അങ്ങനെ എളുപ്പത്തിൽ പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു സോങ് അല്ല. അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. അത് മുട്ടിടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും അത് എന്തുമാത്രം അല്ല, അത്ര ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ്. ഞാനൊരു മഴയത്താണിത്, മഴയത്ത് നിന്നിട്ടല്ല, കോരിച്ചൊരിയുന്ന മഴയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. അത് മോഹൻ സിത്താര സാറിനെ പോലെ ഒരു മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം സംഗതികൾ ഇങ്ങനെ പലതും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഇത് പാടും അത് പാടും, നമ്മളത് നോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് ചിലപ്പോൾ മാറ്റി മാറ്റി പോവും. അപ്പം ഒരു സാധനം സാർ ഫിക്സ് ചെയ്ത് ഞാനത് പാടുമ്പോഴത്തേക്ക് പറയും എന്നാൽ ഇതിൽ ഇങ്ങനെയും കൂടി ഇടാന്ന് പറയും. അപ്പോൾ അത് അടുത്തത് അതിൻ്റെ കൂടെയാവും. അപ്പം നമ്മൾ നോട്ടേറ്റ് ചെയ്ത്, അപ്പം ഞാൻ ആ ഓർമ്മയിലേക്കൊക്കെ പോയി. കാരണം അത്രയും സാറ് ഒരു കോമ്പോസിഷൻ ചെയ്യുമ്പോഴത്തേക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അദ്ദേഹം അത് ഓക്കെ പറയില്ല. അപ്പം അങ്ങനെ ഒരുപാട് ഇരുന്ന് കുറേ സംഗതികൾ ഇങ്ങനെ ഇട്ടിട്ടിട്ട് പോയൊരു പാട്ടാണ്. അപ്പം എനിക്കത് ശിവാനി ഭംഗിയായിട്ട് പാടി. ഞാൻ അവിടെ വന്നൊരു കെട്ടിപ്പിടുത്തം തരാൻ ആഗ്രഹിക്കുന്നു. വരൂ ചേച്ചി, വരൂ. മഴയിൽ രാത്രി മഴയിൽ പൊഴിയും സ്നേഹനിറവിൽ നിലവിൽ ഓക്കെ, അപ്പൊ എന്തായാലും മാർക്സ് ചോദിക്കാം. 8.5. താങ്ക് യു ഷാനിക്ക. ശരത് സർ 8.4. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി ഈ തുടക്കത്തിന് 8.6. താങ്ക് യു ചേച്ചി. താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 25.5. താങ്ക് യു സോ മച്ച്.